തിയേറ്ററിൽ ഇടിപ്പൂരം തീർത്ത് ടർബോ. വലിയ ഹൈപ്പിൽ വരുന്ന സിനിമകൾ പ്രേക്ഷകരെ നിരാശരാക്കുന്നത് ഈ അടുത്ത കാലങ്ങളിൽ മലയാള സിനിമയിലെ പതിവ് കാഴ്ചയായിരുന്നു. മാസ് പടങ്ങൾക്ക് അതിനുള്ള സാധ്യത കൂടുതലുമാണ്. എന്നാൽ മമ്മൂട്ടി കമ്പനിയിലൊരുങ്ങി മെയ് 23-ന് തിയേറ്ററിലെത്തിയ ടർബോ എന്ന സിനിമ പതിവ് ശൈലികളെ മാറ്റിക്കൊണ്ട് പ്രേക്ഷകരുടെ സ്വീകരണം കൈക്കൊള്ളുകയാണ്. മാസ് കാത്തിരുന്ന മലയാളിക്ക് മാസങ്ങളോളം വേണ്ടത് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല സിനിമയും റിപ്പോർട്ടും വന്നപ്പോൾ വില്ലനായി മഴയും എത്തി. എന്നാലും മിക്ക തിയേറ്ററിലും ടർബോ ഹൗസ്ഫുള്ളിൽ തന്നെയാണ്. 70-ലധികം രാജ്യങ്ങളിൽ ഒരേ ദിവസം റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡും ടർബോയ്ക്കാണുള്ളത്. 200 തിയേറ്ററിലായി 400-ലധികം സ്ക്രീനുകളിൽ കേരളത്തിലും മികച്ച റിലീസ് ടർബോയ്ക്ക് ലഭിച്ചു. വിജയ തുടർച്ചയിൽ നിൽക്കുന്ന മമ്മൂക്കയുടെ മറ്റൊരു മനോഹര വേഷമാണ് ടർബോ ജോസ്. അനിയൻ കുട്ടനില്ല, വീൽ ചെയർ ഇല്ല, കട്ടിലുമില്ല, ആകെയുള്ള ടർബോ ഇടി, അതും ഓടിച്ചാടി ഇടിയോടിടി. അങ്ങനെ മമ്മൂക്ക ടർബോയിലൂടെ പലർക്കുമുള്ള മറുപടിയും കൊടുത്തു. ഓരോ ടർബോ പഞ്ചിനും തിയേറ്ററിൽ നിന്നും ഉയരുന്ന ഹർഷാരവും തന്നെ അതിന് തെളിവ്. ഒരു മെഗാ മമ്മൂട്ടി ഷോ എന്ന് തന്നെ പറയാം. വൈശാഖിന്റെ ഒരു വൻ തിരിച്ചുവരവ് കൂടിയാണ് ടർബോ. ക്വാളിറ്റി സിനിമകൾ മാത്രം സമ്മാനിച്ച മമ്മൂട്ടി കമ്പനിക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ കൂടിയായി ടർബോ മാറുന്നു. കഥയേക്കാൾ ഒരു മാസ് പടത്തിന് വേണ്ടുന്ന എല്ലാ ചേരുവകളും ടർബോയിൽ കൊണ്ടുവരാൻ നിർമ്മാതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും സാധിച്ചു. ക്രിസ്റ്റോ സേവ്യറിന്റെ BGM, ഫീനിക്സ് പ്രഭുവിന്റെ സംഘടനം, ഷമീറിന്റെ എഡിറ്റിംഗ്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ടർബോ സമ്മാനിക്കുന്നു. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.